ഇന്നലെ ഉണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ സന്തോഷമുള്ള രീതിയിലായിരുന്നു വെളി വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ മനസ്സിലായിട്ടുള്ളത് ഇതാണ്, അൻസിബ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അൻസിബ ചോദിച്ച ഓരോരോ കാര്യങ്ങൾക്കും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് മറുപടി പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയയുടെ ഇത് കണക്ക് ചോദ്യം ചോദിച്ച സമയത്തുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ഇവിടെയുള്ള ആൾക്കാർ കേൾക്കുന്നുള്ളൂ, മറ്റൊരു സൈഡ് കേൾക്കുന്നില്ല. ഇത് പ്ലാനിങ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മാത്രം കേട്ടിട്ടാണ് ഇവിടെയുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അതല്ലാതെ ബാക്കിയുള്ളവർക്ക് എന്ത് പറയാനുണ്ട്, അത് ശരിയാണോ തെറ്റാണോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും കേൾക്കാനൊന്നും നിൽക്കുന്നില്ല. അതോടെ തന്നെ ഉണ്ടെങ്കിൽ താൻ ഇവിടുന്ന് ഇപ്പോൾ വെളിയിലിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ഉണ്ടെങ്കിൽ ഇതിലോട്ട് ഇപ്പോൾ കയറുന്നില്ല. എന്തായിരുന്നാലും ശരി, താനുണ്ടെങ്കിൽ ഇത് വിടാൻ തയ്യാറല്ല. ഒരു സൈഡ് മാത്രം കേൾക്കുന്ന അത്ര കറക്റ്റായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇതുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും ശരി, ഏതറ്റം വരെ പോയിരുന്നാലും ശരി, താനുണ്ടെങ്കിൽ വെറുതെ വിടത്തില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതുണ്ടെങ്കിൽ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ അടിച്ചു പിരിയാൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം കുത്തി നിറയ്ക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമെന്നായിരുന്നു ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.